അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലെ ഏപ്രിൽ ആദ്യമാണല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ഞങ്ങൾ ഈ മാസത്തിലെ ഞങ്ങൾക്കിപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യൽ മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ചിക്കൻ കറി വെക്കും, 2 പ്രാവശ്യമാണ്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ ഏപ്രിൽ ആദ്യമായി. അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വറ്റിച്ചിട്ടാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ മാസാവസാനത്തിൽ എപ്പോഴെങ്കിലും ആയിട്ടൊന്നും വാങ്ങി, അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ്. പിന്നെ വെച്ചാൽ നമ്മളിന്ന് ഞാൻ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട നെയ്ച്ചോറ് ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടിരുന്നുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ അത്ര വലിയ താല്പര്യമില്ല നെയ്ച്ചോറ്, അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ ചോറും ചിക്കൻ കറി അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏതായാലും ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാം. നമുക്ക് പിന്നെ എന്താ തന്നെയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. എന്തായാലും ഒക്കെ തുടങ്ങാം. അപ്പം ഇനി ഓരോന്നായിട്ട് ഒക്കെ നന്നാക്കി അത് കഴിഞ്ഞ് നുറുക്കണം. അപ്പോൾ ആദ്യം വലിയ ഉള്ളി ഞങ്ങൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. 4 ഉള്ളി ഉണ്ട്. രസമാണ് വലിയ ഉള്ളി മസാലക്കറിയിൽ, പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും കടലക്കറിയിലൊക്കെ. പിന്നെ കിഴങ്ങ്, അതിന് 1 കിഴങ്ങ്. പിന്നെ തക്കാളി ഉണ്ട്. അതൊക്കെ തോലൊക്കെ ചെത്തി കഴുകി വെച്ചു. ഇനി അതൊന്ന് നുറുക്കലാണ്. പിന്നെ 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഈ ചേരുവകളും കൂടി ആവുമ്പോഴാണ് അത് കുറച്ചുണ്ടാവും, കുറച്ച് കഴിക്കാൻ. ഇന്ന് നമുക്ക് ഏതായാലും ചിക്കൻ കറി. പച്ചമുളക് അതിലേക്കുള്ളത്, പിന്നെ ഇപ്പം നമുക്ക് തക്കാളി, അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്ന് ചൂടായി. പിന്നെ നമുക്ക് ഉള്ളി പച്ചമുളകൊക്കെ ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ നമുക്കിപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് തക്കാളി നുറുക്കിയത് ചേർക്കാം. നമ്മുടെ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ചിക്കൻ കറി. ഇനിയിപ്പോൾ ഒരു 15 തീയതി കഴിഞ്ഞിട്ട് 1 പ്രാവശ്യം കൂടി വാങ്ങിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, 2 പ്രാവശ്യം. ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, അതൊക്കെ ഒന്ന് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല അത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതെല്ലാം ചേർത്തിട്ട് ഇനി നമുക്ക് കിഴങ്ങ്, പിന്നെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ കഴുകിയൊക്കെ വെച്ചത് അത് അതിൽ ചേർക്കാം. അത് നല്ലപോലെയൊക്കെ ഒന്ന് ഇളക്കി ആ ഒരു കഷ്ണങ്ങളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. എന്നിട്ടേ പിന്നെ അടച്ചു വയ്ക്കുള്ളൂ. ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ വെള്ളം ചേർക്കാനൊന്നുമില്ലല്ലോ. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി പേര് നമുക്ക് എടുത്ത് നോക്കാം. അത് നല്ല മതിയുണ്ടാവും. അത് നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിന,
അതും ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ കറി ഒക്കെ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇനി നെയ്ച്ചോറ് വാങ്ങണം. ഇപ്പോൾ ഞാനേതായാലും കടയിൽ പോയിട്ട് നെയ്ച്ചോറ് വാങ്ങട്ടെ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. 11:45 ഒന്നോടുകൂടി നെയ്ച്ചോറ് ആവും അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടിരട്ടെ. ഇനി നമുക്ക് പിന്നെ എന്നിട്ട് വേണം കഴിക്കാൻ. ഇതാ നമ്മളെ പൂച്ച അവിടെ റെഡി ആയിക്കണു. ഏകദേശം 11:45 സമയം. ഇന്നിപ്പോൾ ഏതായാലും പൂച്ചയ്ക്ക് കുശാലാണ്. ഉച്ചയ്ക്ക് വളരെ സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് പിന്നെ ചോറ് തന്നെയാണ്. നെയ്ച്ചോറ് ബിരിയാണി അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ പറ്റില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ആ ചോറ്, അതിലുള്ള ഇറച്ചിയൊക്കെ കഴിക്കും. ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും അത് മാറ്റി വെച്ചിട്ട് അത് കഴിക്കും. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ചിക്കൻ പറ്റ വറ്റിയിട്ട് തന്നെയാണ്. പിന്നെ പപ്പടം കാച്ചിയത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമുക്കൊരു നോൺ വെജ് ഉച്ചയൂണാണ്. പിന്നെ ആദ്യം തന്നെയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇത്. പിന്നെ വേറെ ഒന്നും കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു ഇന്ന്. ഇതാണിപ്പോൾ നെയ്ച്ചോറ് നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത്. 50 രൂപയാണ് ഇപ്പോൾ ഇത്. അത്രേ ഉള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ലതുണ്ട് കഴിക്കാൻ. നല്ല ടേസ്റ്റുമാണിത്. ഇത് പിന്നെ ഹോട്ടലിൽ നിന്ന് പാർസൽ, നമ്മൾ അടുത്ത് തന്നെയുള്ള ഹോട്ടലാണ്. ഇപ്പോൾ അതേതായാലും ഞാനിന്ന് വിളമ്പെടുക്കട്ടെ. നല്ല ചൂടോടുകൂടി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇതാ സലാഡുണ്ട്, അച്ചാറുണ്ട്, പപ്പടം. അപ്പോൾ ഏതായാലും ഞാൻ കഴിക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.